അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീട്ടിനെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന സ്റ്റെപ്പ്, അതേപോലെ ഫ്രണ്ട് ഡോറ് ചെയ്യുന്നതിനെ പറ്റി ചെയ്യാതിരിക്കണം നല്ലതെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ വീഡിയോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഇപ്പോഴും ചില ആളുകൾക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തെക്ക് നേരിട്ട് ഇറങ്ങുന്ന പോലെ നമ്മൾ സ്റ്റെപ്പ്, അതേപോലെ ഫ്രണ്ട് ഡോറൊക്കെ വന്നാൽ ആ വീട്ടിലെപ്പോഴും കലഹങ്ങളുണ്ടാവും. അതേപോലെ ആ നമുക്ക് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ തോന്നും, എന്തോ ശരിയായില്ല നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്ക് അങ്ങനെ തെക്കോട്ടാണ് നമ്മളെ മുഖം, വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല, അതിന് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അപ്പോൾ ഇവർ ചോദിക്കുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും ചൊല്ലിയിട്ട് അത് പരിഹരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയൊരു കാര്യമാകുമ്പം നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് എന്തെങ്കിലും ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ ആ ഫ്രണ്ടിൽ നിന്നുള്ള കയറ്റം, ആദ്യം ഫ്രണ്ടിൽ നിന്നുള്ള സ്റ്റെപ്പ് മാറ്റി വെക്കുക. എന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഫ്രണ്ട് ഡോറ് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അത് ചിലപ്പം വീട് ഒന്ന് ആൾട്രേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സെൻട്രലൊക്കെയാണ് സിറ്റ് ഔട്ട്, രണ്ട് ഭാഗത്ത് റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് കിഴക്കുന്നോ വടക്കുന്നോ പടിഞ്ഞാറുന്നോ വെക്കാൻ പറ്റാത്തൊരു രീതിയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ആൾട്രേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലതൊക്കെ ഒരു കോർണറിലാണെങ്കിൽ നമുക്ക് ചിലപ്പം കിഴക്കുന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറുന്നോ സുഖമായിട്ട് സ്റ്റെപ്പ് മാറ്റി വെക്കാനൊക്കെ പറ്റും. ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മളൊരു വീട് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരാൾ വന്നിട്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഫ്രണ്ടിൽ നിന്ന് കയറുന്നുള്ള കയറ്റം സ്റ്റെപ്പ് അതിങ്ങനെ ഇപ്പോൾ ഉള്ളത് തെക്കുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തെക്കുന്നതാണ്, അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയിട്ട് ആദ്യം നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് മാറ്റി വെച്ച് നോക്കി. കിഴക്കുന്ന് ആവുന്ന രീതിയിൽ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റെപ്പ്. ഒരു കോർണറിലാണ് അവരുടെ സിറ്റ് ഔട്ടുള്ളത്. ചെയ്താലും അവരുടെ എലിവേഷനൊന്നും ബാധിക്കൊന്നുമില്ല. പിന്നെ മാത്രമല്ല, അവർക്ക് ഓൾറെഡി കിഴക്ക് വശത്തു നിന്നാണ് ഫ്രണ്ട് ഗേറ്റ് ഉള്ളത്. അവരിങ്ങനെ ഗേറ്റ് കയറി വന്നിട്ട് ഇങ്ങനെ കയറുന്ന രീതിയിലാണ് അപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഗേറ്റ് കയറി വന്നിട്ട് ഇങ്ങനെ കയറും. അവർക്ക് ഗേറ്റിൽ നിന്ന് തന്നെ നേരെ കയറുന്ന രീതിയിൽ ഗേറ്റ് കയറി വന്ന് ആ ഭാഗത്ത് നിന്ന് തന്നെ കയറുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പിന്നീട് ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളിപ്പോൾ അത് പറഞ്ഞു നമ്മൾ വന്നു. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം ഇവർ പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ അവർ ഇതേ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നമ്മൾ മുമ്പൊരിക്കൽ നിങ്ങളടുത്ത് വന്നല്ലേ, അപ്പം ഇന്ന കാര്യം നമ്മൾ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്തിട്ടില്ല, നമ്മൾ ഇപ്പോൾ അത് മാറ്റിവെക്കലൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ മാറ്റിവെക്കലൊക്കെ ഒരു ഇതായപ്പോൾ നമ്മൾ വേറൊരാളെടുത്ത് പോയി. അവർ പറഞ്ഞു നിങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല, നിങ്ങൾ എന്തോ 4 മൂലയിൽ വെക്കാൻ എന്തോ ചട്ടിയോ കുറേ മന്ത്രമൊക്കെ ചെയ്താൽ മതി, അത് ശരിയാവുന്നതാണ്. അങ്ങനെ ഇവർ കുറേ പൈസ ഒക്കെ ചിലവാക്കി അതൊക്കെ ചെയ്തു. പക്ഷേ ഇവർക്ക് ആ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. എപ്പോഴും അതേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിന് നമ്മൾ മന്ത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെയുള്ളത് മാറ്റി വെച്ച് നോക്കുക. എന്നിട്ട് ഇങ്ങനെ പൈസ ചിലവാക്കി മന്ത്രങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാറ്റി വെക്കാം. പിന്നെ വീട്ടിലത് ആയത്തുൽ കുർസി, അതേപോലെ ഫാത്തിഹ 101 വട്ടം നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് മന്ത്രിച്ചിട്ട് വീടിന് ചുറ്റും തളിക്കുക. അപ്പോഴും ഈ ഫ്രണ്ടിൽ നിന്നുള്ള കയറ്റത്തിന് സ്റ്റെപ്പ് മാറ്റി വെക്കാതെ നമ്മളിത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളോട് ചില ആൾക്കാർ ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നമുക്ക് തെക്കുന്നാണ് നമ്മുടെ കയറ്റുള്ളത്, തെക്കുന്നാണ് നമ്മുടെ സ്റ്റെപ്പ് ഉള്ളത്, പക്ഷെ നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്ക് അങ്ങനെ ഒരു പരിഹാരം നമുക്ക് ആർക്കും നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, അത് നമുക്ക് തെക്കുന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയി നോക്കുന്നത്, ഇപ്പോൾ ഞാൻ പോയി നോക്കുന്ന ഒരു 70% വീടുകളും തെക്ക് മുഖമായിട്ടുള്ളതായിരിക്കും. തെക്ക് മുഖത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ തെക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റെപ്പ് ഡോറുള്ള വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഒരു സുഖം ഉണ്ടാവില്ല. കലഹമായിരിക്കും അവിടുത്തെ മെയിൻ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ, പക്ഷേ കലഹം അവിടെ മെയിനായിരിക്കും. തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല, ഒരു ഐക്യം ഉണ്ടാവില്ല. ഇനി നമുക്കെന്തെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ എന്തോ ഒരു മനസ്സമാധാനക്കേടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ആ സ്റ്റെപ്പിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കുക. പിന്നെ
ശരിയായിട്ടില്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള കയറ്റൊന്ന് മാറ്റി നോക്കുക. ക്രോസ് വെന്റിലേഷൻ നിർബന്ധമായിട്ടും പാലിക്കുക. അതേപോലെ തന്നെ നമ്മൾ ക്രോസ് വെന്റിലേഷനൊക്കെ നമ്മൾ ചില ആളുകളോട് പറയുമ്പം അവർ പറയുന്നത് നമുക്ക് നേരെ ബാത്റൂമാണ് അല്ലെങ്കിൽ നേരെ ബെഡ്റൂമാണ്, ക്രോസ് വെന്റിലേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ എടുത്ത വീടുകൾക്ക് ഉണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വേറെ പരിഹാരങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ട് കാര്യമില്ല. നമ്മളത് എന്താണോ നമ്മൾ എടുത്തോടത്തുള്ള പോരായ്മ അത് പരിഹരിക്കാനാണ് പറ്റുക. അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ സ്റ്റെപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറോ അല്ലെങ്കിൽ ചിലപ്പം ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ജനലോ അല്ലെങ്കിൽ എക്സ്ട്രാ വാതിലോ ഒക്കെ കൊടുത്തിട്ട് അത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പരിഹാരം. അപ്പം അങ്ങനെയാണ് അതിനുള്ള പരിഹാരം ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ആ സമയത്ത് ഇതേപോലെ ചട്ടിയിൽ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ ഹോമം ചെയ്തിട്ടൊന്നും ആ പ്രശ്നങ്ങൾ തീരില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മളിപ്പോൾ ഒരു പരിഹാരം പറയുമ്പം അത് ആ ചെയ്യുന്ന ആൾക്കൊരു വെറുത്തായിരിക്കേണ്ടത്. നമ്മൾ ആ ചെയ്യുന്ന ഇതിപ്പോൾ ഇത് ചെയ്താൽ അയാൾക്ക് പ്രശ്നങ്ങൾ മാറും എന്നുള്ളതായിരിക്കേണ്ടത് നമ്മൾ പറയാനുള്ളൊരു കണ്ടീഷൻ. അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വെറുതെ ഇപ്പോൾ നമ്മളൊരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരമാവുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ അവരെ വെറുതെ ഇട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ ഒരർത്ഥമില്ല. പിന്നെ അറിയാത്തവർ ഈ കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താണോ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ആളുടെ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. അപ്പോൾ വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു വിട്ടു കൊടുക്കട്ടെ. അവർക്കൊക്കെ ഇസ്സത്തോടു കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇസ്സത്തോടു കൂടി നിൽക്കാനുള്ള ഒരു ത്രാണി അള്ളാഹു നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. പറ്റുമെങ്കിൽ ഹൈപ്പും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.